ഹായ് എല്ലാവർക്കും രാകാസ് കിച്ചൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കണതേ വണ്ടിയുടെ ഉള്ളൊക്കെ കഴുകാനാണ്. അപ്പൊ ഇന്ന് അത്ര വലിയ പൊടിയൊന്നും ഇല്ല, അപ്പൊ ഒന്ന് തുടച്ചെടുക്കാനോ മറ്റേ സ്റ്റീലിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം ഒന്നും പൊടിയില്ല, കുറച്ച് ദിവസം 2 ദിവസം മുന്നേ ഞങ്ങൾ വൃത്തിയാക്കിയതാണ്. എന്നാലും നമ്മൾ ഇടയ്ക്ക് വന്ന് വണ്ടിക്ക് ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ, അപ്പൊ അതിന് വേണ്ടി വന്നേക്കാം. സൈഡിലും കൂടിയും ഒരു ഡിക്ക് ഉണ്ടെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഇവിടെയാണ് ബക്കറ്റും ബ്രഷൊക്കെ വെച്ചേക്കണത്. അപ്പൊ അതൊക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കാരണം ഡിക്കിന്ന് ഞങ്ങൾ മാറ്റി ഈ സൈഡിൽ വെച്ചിട്ട് ഒതുക്കി വെക്കാനായിട്ട് ആദ്യം നമ്മുടെ തുടക്കുന്ന വടി എടുത്തു. ആണോ, പിന്നെ ബക്കറ്റും വെള്ളം എടുത്ത് നമ്മളിത് അടിച്ചു വരണ്ടൊന്നും വേണ്ട, കയ്യിൽ പൊടിയില്ലേ, വെള്ളം കൊണ്ടുവരണം. മണ്ടം പോയിട്ട് വെള്ളം കൊണ്ടുവരും. അപ്പോഴാണ് ഞാൻ തുടയ്ക്കാൻ നിൽക്കാം. ബ്രഷ് അത് ഇവിടെ തുടയ്ക്കാനായിട്ട് ഉള്ളടിക്കാനുള്ള പൊടിയിലും വേണ്ട. പിന്നെ ഇല്ല വൈപ്പിങ് കൂടെ വെച്ചിട്ടുണ്ടോ? ശരി. അപ്പൊ ഇത്ര സാധനങ്ങൾ നമ്മൾ എടുക്കാം. അപ്പൊ ഒരു ബക്കറ്റ് കൂടി നമ്മുടെ ഉണ്ട്, പക്ഷെ അത് ആള് ഡിക്കിയിൽ വെച്ചേക്കാം അല്ലേ. അപ്പൊ നമുക്ക് അത് എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് പോയ പോയിട്ട് ആള് അടിച്ചു പറഞ്ഞാൽ പണിക്ക് നിന്ന് തുടങ്ങി. അപ്പൊ ഞാൻ പൊടിയില്ല, കാരണം നമുക്ക് ഇത് കട്ടിയതിന് ശേഷം കല്യാണോട്ടാണ് അധികം കിട്ടിയത്. ഞങ്ങൾ വെടുപ്പാക്കി അന്ന് തുടച്ച. അപ്പൊ കല്യാണത്തിന് ഓട്ടം പോകുമ്പോ അധികം വൃത്തികേടാവില്ല, കാരണം അന്ന് പോയി അല്ലെങ്കിൽ കാലത്ത് പോയ ഉച്ചയാകുമ്പോഴേക്കും നമ്മളെത്തും. അപ്പൊ അത്രക്ക് വൃത്തികേടൊക്കെയല്ലോ. അപ്പൊ എന്നാലും നമ്മളൊന്ന് അടിച്ച് ഒന്ന് തുടച്ചെടുക്കാന്ന് വെച്ചിട്ടാ. കാരണം നേരത്തെ ആള് പറഞ്ഞ പോലെ അതുപോലെ അടി ബ്രഷ് ചെയ്യുന്നൊക്കെ ഞാനാണ് തുടക്കില് കൊണ്ടിട്ട് സീറ്റും സൈഡും കമ്പികളും ഒക്കെ തുടങ്ങില്ല. കമ്പി മീൻസ് സൈഡില് സ്റ്റീൽ ബീഡുകളൊക്കെ ഉണ്ട്. ഞാൻ ഏത് ഓട്ടം കഴിഞ്ഞ് വന്നാലും നമ്മുടെ ഹെഡ് റെസ്റ്റും അതേപോലെ ഈ ഹാൻഡ് റെസ്റ്റും സീറ്റും ഒന്ന് ചെറുതായി തുടച്ചിടും. കാരണം പിന്നെ പുറമെ ഇതിങ്ങനെ തുടയ്ക്കണത് നമുക്ക് വല്ല എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. അത് കാണുമ്പോ ഒരു ഫ്രഷ്നെസ്സും കിട്ടും ആൾക്കാർക്ക്. ഇന്നത്തെ വേസ്റ്റ് ഇത്ര ഉള്ളു കേട്ടോ, നമുക്ക് അധികം ഇല്ല. ഞാൻ പറഞ്ഞില്ലേ കല്യാണ ട്രിപ്പുകളായിരുന്നു, അപ്പൊ അതുകൊണ്ട് അധികം വേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. വണ്ടിക്ക് ഞാൻ കഴുകും. എന്റെ പേരുള്ള വണ്ടിയില്ല, അപ്പൊ ഞാൻ കഴുകണല്ലോ. എന്റെ പേരല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല. വെള്ളം കഴിഞ്ഞു. ആദ്യം ഞാനേ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പോവാൻ വേണ്ടിട്ട്. പിന്നെ നമ്മളൊരു തോർത്തും കൊണ്ടൊക്കെ എടുത്ത് തുണി എടുത്തത് തുടങ്ങുന്നത്. എനിക്ക് കൈ അത്ര ഭാഗമൊക്കെ ഇവിടെ എല്ലാ തുണി കൊണ്ട് തുടയ്ക്കും, പിന്നെ ഉള്ളതൊക്കെയും വൈപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് എന്ത് ചെയ്യാം. അപ്പൊ നമ്മൾ കൊണ്ടു നടക്കുന്ന സാധനങ്ങള്, അതായത് ഏത് വണ്ടിയായാലും നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുമ്പോ അതിനൊരു പ്രത്യേക ഒരു സുഖമാണ്. നമ്മൾ തന്നെ നമ്മുടെ ബസ് കഴുകണു. നമ്മൾക്ക് ഇത് ആൾക്കാരെ വിളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ചെലവ് ഒക്കെ ഉണ്ടാവും. നമ്മൾ തന്നെ നമ്മുടെ അത് ചെയ്യാം. അപ്പൊ അത്രയ്ക്കും വൃത്തി നമ്മുടെ വണ്ടിക്ക് ഉണ്ടാവും. അതെ, നമ്മൾ ആദ്യം മോനെണ്ണ കൊണ്ട് ബ്രഷ് ചെയ്ത് കംപ്ലീറ്റ് പൊടി കളഞ്ഞു. അതിന് ശേഷം ഒരു മോപ്പ് എടുത്തിട്ട് ഇപ്പൊ തുടയ്ക്കാൻ നിൽക്കാം. വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മള് തുടച്ച് വൃത്തിയാക്കും. അപ്പൊ ഇതിലിപ്പോ നമ്മള് 39 സീറ്റിന്റെ ഇടയിൽ തുടയ്ക്കാനേ നല്ല പണി തന്നെയാണ്. എന്നാലും നമ്മള് നല്ല വൃത്തിയായി കൊണ്ട് നടക്കുമ്പോഴാണ് ആൾക്കാർക്ക് കേറുമ്പോ ഒരു എന്താ പറയാ കോൺഫിഡന്റ് ആ സംഭവം ഉണ്ടാവാം. അറിയാത്തൊരു കമന്റ് കളിയാക്കണ്ട, നമുക്ക് 10ാം ക്ലാസ് പഠിപ്പുള്ളൂ കേട്ടോ. അപ്പൊ അതിനനുസരിച്ചാണ് പറയണത്. ഞാൻ അത്ര വലിയ ഇംഗ്ലീഷ് ഒന്നും പറയാറില്ല. അതെ, ആൾക്കാർക്കൊരു എന്താ പറയാ ഒരു സംതൃപ്തി. അപ്പൊ അതാണ് ഞാൻ ഈ സീറ്റ് കംപ്ലീറ്റ് അടി തുറക്കുന്നത്. കാരണം ഇതെന്താ അടിവശത്തിന്റെ ഉൾവശം നമുക്ക് നന്നായി ഈ ബ്രഷൊക്കെ കൊണ്ടുപോയി തുടച്ചെടുക്കുമ്പോഴാണ് അതിലത്തെ എല്ലാ പൊടികളും ഇതിന്ന് പോരുള്ളൂ. ഓരോ സീറ്റിന്റെ ഇടയിലും നമ്മൾ എടുക്കണം.
അപ്പൊ നമ്മൾ തുടച്ചത് ഫിനിഷിങ് പോയിന്റിലെത്തി. ഏകദേശം അടിക്കാനും തുടക്കലടക്കം മൊത്തം 20 മിനിറ്റ്. ആദ്യം നമ്മൾ അടിച്ചോരി വെച്ചിട്ടുണ്ടെങ്കിൽ മോനോട്ട് അടിച്ചോരി വന്നു. ഇതിന് ശേഷം വെള്ളം ഒഴിച്ച് മോപ്പ് മുക്കിയിട്ടുണ്ട്. തുണി നനച്ചിട്ടാണ് നമ്മൾ തുടക്കുന്നത് കേട്ടോ. ചില സമയത്ത് മോപ്പ് കൂടാണ്ട് ഞാൻ തോർത്തുമുണ്ട് മുക്കിയിട്ടും തുടയ്ക്കാറുണ്ട് ഒന്നും കൂടി ക്ലീൻ ആവാനായിട്ട്. അപ്പൊ കഴിയാറായി. ഇനി മോനോട്ട് നിൽക്കണ ചവിട്ട് മാത്രമുള്ള ബാക്കിലത്തെ ഡിക്ക് തുറന്നിട്ട് നമ്മൾ സീഡ് എടുക്കാണ്. മുകളിലത്തെ തുടയ്ക്കാനായിട്ടുള്ള സീഡ് എടുക്കാം. അപ്പൊ അതിലൊരു കാലി ബോട്ടിലാണ്. ഒരു ബോട്ടിൽ കഴിഞ്ഞു. ഇപ്പൊ സീഡ് തന്നെ. ഇത് നമ്മള് സോനയിലാണ് പണി കഴിപ്പിച്ചേട്ടാ. നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ നമ്മള് സോനയിലാണ് ചെയ്തത്. വെച്ചോ കുട്ടി വെച്ചോളൂ. കുട്ടി വെച്ചിട്ട് കേറുക അങ്ങനെ. അപ്പൊ ഞാൻ വെള്ളം വെച്ച് കഴുകിണ്ട്. അപ്പൊ ഒന്ന് ഉരുപ്പിൻ തുടച്ചാൽ മതി. നല്ല മേടക്കൊക്കെ വരണ വെള്ളം. തുണി ഉരുപ്പിൻ തുടക്കില്ല. ഞാൻ എനിക്ക് കയറാൻ അതിനെ പറ്റിയ. അപ്പൊ കുട്ടി കേറിയിട്ട് അങ്ങട് നന്നായി അങ്ങോട്ട് തുടച്ച് മിനുക്കാം. ശമ്പളം തന്നില്ലേ? തീർച്ചയായും. നമുക്ക് അഭിമാനമുള്ള ഡ്രൈവർക്ക് വണ്ടി ഓടിച്ച് പണിക്ക് പോയിട്ട് കഴുകി എടുക്കുമ്പോൾ അതിന്റെ സന്തോഷം വേറെ തന്നെയാണ്. ഈ 670 ആദ്യം നമ്മൾ തുടങ്ങിട്ടാ. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. ചോദിക്കാറുണ്ട് അർത്ഥം. അതിന്റെ മുകളിൽ വെള്ളം ഉണ്ട് കേട്ടാ. ഓക്കെ. അപ്പൊ നന്നായി അവിടെ വെള്ളമൊക്കെ നിക്കണ്ടേ. സാരില്ലേ, വെള്ളം നിക്കാൻ പാടില്ലല്ലോ. അതിനല്ല തുടക്കണത്. എന്നോടല്ലേ പറയാറ് എന്തത്ര മടിയെന്ന്. ഇവിടെ നമ്മളിതേ വെള്ളം ഒഴിച്ചിട്ട് വൈപ്പ് ചെയ്യാണ്. ചില്ലുമ്പോ നമുക്ക് വൈപ്പ് ചെയ്യുമ്പോഴാണ് ആ വെള്ളം കംപ്ലീറ്റ് പോരുള്ളൂ. പിന്നെ പൊടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് ഞങ്ങളിതേ കുറേശ്ശെ വെള്ളം ഒഴിക്കുക. കപ്പേ ഞങ്ങൾ എടുത്തു വെച്ചു, അതുണ്ടായത്. അപ്പൊ അതുകൊണ്ട് കൈ കൊണ്ട് മുക്കി വയ്ക്കുക. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫിക്സ് ഗ്ലാസ് ആയ കാരണം നമുക്ക് സുഖമാണ് വൈപ്പ് ചെയ്യാനും. ഉള്ളിലേക്കായിട്ടും വെള്ളമൊന്നും പോവില്ല, പുറത്തേക്ക് തന്നെ വരും. അപ്പൊ ഒന്ന് വെറുതെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ. ഇതേപോലെ വേണ്ട, വൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടോ. ആ വെള്ളം കംപ്ലീറ്റ് പഠിച്ചു പോരും. ഗ്ലാസിന്റെ മുകളിലേക്ക് എനിക്ക് എത്താത്തത് കൊണ്ട് ആളവിടെ വൈപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ വൈപ്പ് ചെയ്യുമ്പോഴാണ് ആ വെള്ളമൊക്കെ നന്നായി പോരുള്ളൂ. നമുക്ക് തുടയ്ക്കുമ്പോൾ നമുക്ക് ആ വെള്ള പെയിന്റ് അടിച്ച ഭാഗത്ത് മാത്രമേ നമുക്ക് ഒരു തുണി എടുത്തിട്ട് തുടയ്ക്കാൻ പറ്റുള്ളൂ. അതേ വൈപ്പ് ചെയ്തോണ്ടിരിക്കുക. വൈപ്പ് ചെയ്ത് തുടച്ച് ആ വെള്ള ഭാഗത്തേക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അതൊന്നും കൂടെയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിൻ തുടയ്ക്കുക അത് ആളുടെ പണിയാണ് കേട്ടോ. ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശനമില്ല. അപ്പൊ സ്റ്റീറിങ്ങും ആ മറ്റേ ഒരുവിധം വരയ്ക്ക് ഞാൻ തുടച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെയുള്ള ഭാഗമാണ് ആൾക്ക് തുടയ്ക്കാനുള്ളത്. ചിലപ്പോ മടി പിടിച്ചിരിക്കും. ഞാൻ പറഞ്ഞോണ്ടിരിക്കും തുടക്കിയിരുന്നു. അപ്പൊ അത് ആൾക്കാണ് ക്ലീനിങ് കൊടുത്തേക്കണത്. പിന്നെ ഇടയിലെ ലൈറ്റ് കെട്ടു, അതാണ് ഉണ്ടായത്. പിന്നെ നമ്മളെ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ എണ്ണയും കാണുന്നുണ്ട് കേട്ടോ. അതില് നിങ്ങക്ക് കാണുമ്പോൾ തോന്നും. കഴിഞ്ഞാറായില്ലേ നമ്മുടെ പണി? അതൊക്കെ ഞാൻ തുടച്ചതാ. അതും മക്കളൊക്കെ എന്റെ കൈ എത്തണ വിധമൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട്. ഡ്രൈവറിന്റെ ഇരിക്കണ ഭാഗം മാത്രമേ ഞാൻ തുടക്കാത്തുള്ളൂ. ഡൈമം കട്ട വെക്കണം. പിന്നെ കുറേശ്ശെ നമ്മള് വണ്ടിമ്മ പണി ചെയ്യണല്ലോ. അത് കഴിയുമ്പോ ഞങ്ങളുടെ ബസ് ഒരുവിധം വൃത്തിയെന്ന് പറയാം. സോനയില് പറഞ്ഞേക്കുന്നത് ഫെബ്രുവരി 20-ാം തീയതി. 20-ാം തീയതി ആയിട്ട് വന്നേക്കുന്നത്.
പിന്നെ അതിന്റെ നമുക്ക് ട്രിപ്പ് വരാണെങ്കിൽ നമുക്ക് കൂട്ടാം. അതന്നെ ഓട്ടത്തിന് പിന്നെ വണ്ടി പണിക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് എടുക്കാൻ 3 പറ്റും. ദിവസം വേണം. അപ്പൊ 4 ദിവസം കൂട്ടാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഇനി ഇത് പണി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ഈ ടോപ്പില് ഉള്ളിൽ കേട്ടോ പുറമെ കുറച്ച് ലൈറ്റുകൾ വിറ്റിയാണ്ട് 6 ലൈറ്റ് മുകളിൽ വിറ്റിയാണ്ട് ഫ്രണ്ടിൽ 2 ഫോഗ് ലൈറ്റ് വിറ്റിയാണ്ട് ആ വണ്ടി ഒന്നൊരു കുമ്മൗട്ടാണ്. ഒന്നും കൂടി എടുത്ത് കാണിയാൽ മതി. അങ്ങനെ ദേഹ ബസ് റോട്ടിൽ നിറഞ്ഞു നിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും ഞങ്ങളെ ഓട്ടത്തിന് വിളിക്കുക. നമ്മളെ വിളിക്കേണ്ട നമ്പർ മോഹനന്റെ നമ്പറാണെങ്കിൽ 8138959536. ഇപ്പൊ എന്നെ രേഖ എന്റെ പേരാണ് ബസ്സിന്. എല്ലാവർക്കും അറിയാം. എന്റെ വീഡിയോയില് ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് പറയണ. അപ്പൊ അത് 8138059536. അതാണ് എന്റെ നമ്പർ. നമ്മള് 24 ആണ്. അപ്പൊ എപ്പോ വിളിച്ചാലും നമ്മള് ഫോൺ 7 ഡേയ്സും നമ്മൾ 24 ആണ്. അപ്പൊ നമ്മള് വിളിക്കുക. നമ്മൾ കോട്ടത്തിൽ നമുക്ക് ജോലിയായിട്ട് പോയിട്ട് വരാം, അടിച്ചു പൊളിച്ച്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മള് കൂട്ടാം. ഓൾ ഇന്ത്യ അല്ല, പക്ഷെ പെർമിറ്റ് എടുത്ത് അപ്പൊ നമുക്ക് പെർമിറ്റ് എടുത്തിട്ട് പോവാം. അപ്പൊ നമ്മളെ വിളിക്കാൻ മറക്കരുത്. രേഖ ബസ് എല്ലാവർക്കും എത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ നമ്മൾ ബസ്സൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കഴുകി വൃത്തിയാക്കി. ഇത് നമുക്ക് ഓട്ടം വരുമ്പോ വിളിച്ചാ പോവാ, അത്ര വേണ്ടോ. അപ്പൊ നമ്മൾ വെറുതെ വന്നപ്പോ വണ്ടി എപ്പോഴും സ്റ്റാർട്ടാക്കുമ്പോ നമ്മള് ലൈറ്റുകളൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലത്തെ ലൈറ്റും ഇതിനൊപ്പം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടാ. 2 സൈഡിൽ പോളുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഞാൻ വണ്ടിത്തെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത സമയത്ത് ഞാൻ എന്റെ വീഡിയോ ഇട്ടുണ്ടാവുന്നു. അപ്പൊ ഇതൊക്കെ ഇത്ര എണ്ണം നമ്മള് ലൈറ്റൊക്കെ ഇതിൽ വെച്ചേക്കണത്. അപ്പൊ എന്റെ വീഡിയോ വൈൻഡപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിന്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.